ഹലോ ഗൈസ്, കുറച്ചധികം നാളായിട്ടോ ചാനലിൽ വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് എഡിറ്റ് ചെയ്യാനുള്ള മടിയും പിന്നെ ഇത്തിരി തിരക്കൊക്കെ ആയിരുന്നു. രാമായണ മാസം തുടങ്ങിയതുകൊണ്ടാണോ എന്നറിഞ്ഞൂടാ, കുറച്ചൊരു എനർജി ഒക്കെ തോന്നി വീഡിയോ എടുക്കാൻ. ഇവിടെ അടുത്ത് തന്നെയുള്ള ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ പോയി തൊഴുത് പ്രദക്ഷിണമൊക്കെ കഴിഞ്ഞ ശേഷം കുറച്ചു നേരം അവിടെ ഇരുന്ന് ഞാൻ രാമായണ പാരായണം കേട്ടു. കർക്കിടകത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഒക്കെ മാറാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും വേണ്ടി നല്ലപോലെ പ്രാർത്ഥിച്ചു. പിന്നെ പ്രസാദമൊക്കെ വാങ്ങി കുറച്ചു നേരം കൂടെ രാമായണം കേട്ടിരുന്നിട്ട് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. റോഡ് സൈഡിൽ നിന്നൊക്കെ കുറച്ച് അധികം ഉള്ളിലേക്ക് മാറിയിട്ട് ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു ഏരിയയിലാണ് ഈ അമ്പലം ഉള്ളത്. അമ്പലത്തിന്റെ പുറത്തുള്ള ഒരു ആംബിയൻസ് ഭയങ്കര രസമാണ് കേട്ടോ കാണാൻ. സൈഡിൽ ഒരു പാടമൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ്. കർക്കിടകത്തില് മുക്കൂറ്റിക്കുള്ള ഇമ്പോർട്ടൻസ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. മുക്കൂറ്റി കണ്ടുപിടിക്കാനുള്ള ഒരു പരിശ്രമമായിരുന്നു പിന്നീട്. അല്ലെങ്കിൽ ചുമ്മാ കാട് പിടിച്ച് അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും, പക്ഷെ ആവശ്യത്തിന് നോക്കിയാൽ കാണില്ല. കിട്ടി ഗൈസ്, കിട്ടി കിട്ടി. കുറെ നേരത്തെ തപ്പലിന് ശേഷം എനിക്ക് മുക്കുറ്റി കിട്ടി. കർക്കിടകത്തില് മുക്കുറ്റി അരച്ച് കുറി തൊടുവാണെങ്കിൽ അവിടുത്തെ നാഡികളെല്ലാം ഭയങ്കര പവർഫുൾ ആയിട്ട് വർക്ക് ചെയ്യും. അതുവഴി നമുക്ക് ഒരുപാട് അസുഖങ്ങളിൽ നിന്ന് റിലീഫ് കിട്ടുകയും ചെയ്യും എന്നാണ് പറയുന്നത്. ഈ കുറി തൊടുന്ന എന്തിനാണെന്ന് അറിയാത്ത ആരെങ്കിലൊക്കെ കാണും, അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. നല്ല മണ്ണും ചെളിയൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ വൃത്തിയായിട്ടൊന്ന് കഴുകിയെടുത്തു. വെറുതെ കൈ വെച്ച് തിരുമി അതിന്റെ നീരെടുത്താൽ മതി. പക്ഷെ ഞാൻ ഒരു കയ്യിൽ ഫോൺ പിടിച്ച് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനത് കല്ലിൽ വെച്ച് അരച്ചാണ് എടുത്തത്. സ്കൂളിൽ പോകാൻ റെഡി ആയിട്ട് കുറി തൊടാൻ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു രണ്ടുപേരും. പണ്ട് ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന ടൈമിൽ അമ്മ ഇതുപോലെ കുറിയൊക്കെ തൊട്ട് വിടുമായിരുന്നു കർക്കിടക മാസം വരുമ്പോൾ എന്നെയും ബ്രദറിനെയും. അല്ലെങ്കിൽ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ തീരെ ഇഷ്ടമല്ലാത്ത കണ്ണൻ ഇന്ന് എന്ത് പറ്റിയെന്ന് അറിഞ്ഞൂടാ, ഒരു ക്യൂട്ട് സ്മൈലൊക്കെ ഇട്ട് അവിടെ ഇരുന്ന് തന്നു. അപ്പൊ ഇത്രയുള്ള ഗേസ്, അടുത്ത വീഡിയോയിൽ കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ.